ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादा सहगणललिता श्रीविशाखामितांश्च. हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सरस्वती देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे. श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे हरे राम राम हरे हरे. मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यम्. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു. പ്രഥമസ്കന്ധം അധ്യായം 8 കുന്തി സ്തുതിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭു ഓൾറെഡി കുന്തി സ്തുതി സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2 ശ്ലോകമാണ് എടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലേ? 18, 19 എടുത്തു, 20 തുടങ്ങണം അല്ലേ? ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള സെക്ഷനാണ്. ശ്രീ കുന്തി ദേവി സ്തുതിക്കുന്നു ഭഗവാനെ. കുന്തി ദേവി പരിശുദ്ധ ഭക്തയാണ്. ഭഗവാൻ കൃഷ്ണന് അമ്മയെ പോലെയാണ് കുന്തി ദേവി. ആ കുന്തി ദേവി വളരെ വിഷമത്തോടു കൂടി, അതായത് കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോവാൻ വേണ്ടിയിരിക്കുവാണ്. അദ്ദേഹം തയ്യാറായി രഥത്തിൽ കയറിയിരിക്കുന്നു. ആ സമയത്ത് കുന്തി ദേവി പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 18ാമത്തെ ശ്ലോകം 19ാമത്തെ ശ്ലോകം. ഒന്ന് നമുക്ക് ശ്ലോകം മാത്രം ചൊല്ലി മുന്നോട്ട് പോവാം. ആ സ്തുതി ആയതുകൊണ്ട്, പ്രാർത്ഥന ആയതുകൊണ്ട്. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബാഹിർ അവസ്ഥിതം. എന്താണ് പറയുന്നത്? നമസ്തേ പുരുഷം ത്വാദ്യം. നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പറയും നമസ്തേ, നമസ്കാരം, നമസ്തേ. അതാണ് മനസ്സിലാക്കേണ്ടത്. പുരുഷം ത്വാദ്യം. പുരുഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതായത് ഭഗവാൻ മാത്രമേ ഉള്ളൂ പുരുഷൻ, ബാക്കിയെല്ലാം പ്രകൃതിയാണ്. ത്വാദ്യം ആദിപുരുഷൻ, ആദിദൈവം, ആദിപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. അതിനു മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിൻ്റെയും തുടക്കം ഭഗവാൻ കൃഷ്ണനാണ്. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം. ഈശ്വരൻ, ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളർ, നിയന്ത്രിക്കുന്ന വ്യക്തി. ഈശ്വരം പ്രകൃതേ പരം.
പ്രകൃതേ പരം, അതായത് അദ്ദേഹം നിയന്ത്രിക്കുന്നു ഭൗതിക ലോകം മാത്രമല്ല, പരം, പ്രകൃതിയെ പരം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിനും അപ്പുറത്തും അദ്ദേഹം എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ഭൗതിക ലോകമാണെങ്കിലും ആധ്യാത്മിക ലോകമാണെങ്കിലും എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിൽ വരുന്നു. അലക്ഷ്യം സർവഭൂതാനാം, എന്നാൽ ജീവാത്മാക്കൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുന്നില്ല ഈ നേത്രം കൊണ്ട്, അല്ലേ? ഭൗതികമായിട്ടുള്ള നേത്രം കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ കാണുവാൻ സാധിക്കുന്നില്ല. അന്തർബാഹിർ അവസ്ഥിതം, ജീവാത്മാക്കൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം എല്ലാത്തിൻ്റെ അകത്തും പുറത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. എല്ലാത്തിൻ്റെ അകത്തും പുറത്തും എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ചരാചരങ്ങളിലും ഭഗവാനുണ്ട്, അകത്ത് പുറത്തുമുണ്ട്. അതാണ് പറയുന്നത്. 2 കണം അല്ലെങ്കിൽ 2 ആറ്റം ഉണ്ടെങ്കിൽ ആറ്റത്തിനകത്തും ഭഗവാനുണ്ട്. ആറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ്, അല്ലേ? സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 2 ആറ്റത്തിനകത്തും ഭഗവാനുണ്ട്. 2 ആറ്റങ്ങളുടെ നടുക്ക് 2 ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലും ഭഗവാനുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലായിടത്തും അദ്ദേഹമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു നിമിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. അപ്പോൾ അതാണ് പറയുന്നത്, ഭഗവാൻ അകത്തും പുറത്തും എല്ലായിടത്തും ഉണ്ട്. അന്തർ ബാഹിർ, അന്തർ അകത്ത്, ബാഹിർ അവസ്ഥിതം, എല്ലായിടത്തും അദ്ദേഹമുണ്ട്. എല്ലാം നിലനിൽക്കുന്നത് തന്നെ ഭഗവാനുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയാണ് കുന്തി ദേവി ഭഗവാനെ ആദ്യം സ്തുതിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ശ്ലോകം എന്താണ്? മായാ ജവാനി കാച്ഛന്നം അജ്ഞാതോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നാട്ടോ നാട്യാധരോ യഥാ. ഹരേ കൃഷ്ണ. മനോഹരമായിട്ടുള്ള ശ്ലോകം. എന്താണ് ഇവിടെ അർത്ഥം? മായാ ജവാനി ഖാചന്നം എന്ന് പറഞ്ഞാൽ മായ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ആന്തരിക ശക്തി, യോഗമായ ഉപയോഗിച്ച് അദ്ദേഹം എന്താണ്? ഛന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിന് യോഗമായ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ തന്നെ കവർ ചെയ്യുന്നു. അദോക്ഷജം അവ്യയം, അജ്ഞാതോക്ഷജം അവ്യയം. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അതീതമാണ് ഭഗവാൻ. അദോക്ഷജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചോ ഒന്നും തന്നെ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്താണ് ഭഗവാൻ. അദോക്ഷജ, അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ ഉദിദേവ് പറയുകയാണ്, അങ്ങ് തന്നെ അങ്ങയുടെ ശക്തി ഉപയോഗിച്ച്, ആന്തരിക ശക്തി ഉപയോഗിച്ച് അങ്ങ് കവർ ചെയ്യുന്നു അങ്ങേ തന്നെ. അതുകൊണ്ട് ആർക്കും അങ്ങേ കാണുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കാണുവൽ പോട്ടെ, കാണുന്ന കാര്യം മാത്രമല്ല, അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യാനും സാധിക്കുന്നില്ല. ന ലക്ഷ്യസേ മൂഢദൃശ, അതായത് മൂഢന്മാർക്ക് അങ്ങേ കാണാൻ സാധിക്കില്ല. നാട്ടോ നാട്യാധരോ യഥാ,
അതായത് എങ്ങനെയാണ് നാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടോ എന്ന് പറഞ്ഞാൽ നല്ല നടിക്കുക, അല്ലെങ്കിൽ ഡ്രാമ, നാടകത്തിൽ എങ്ങനെയാണോ ആക്ടർ നടിക്കുന്നത് അതേപോലെ അങ്ങ് അഭിനയിക്കുന്നു. എന്നാൽ ഇത് വിഡ്ഢികളായിട്ടുള്ളവർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് അങ്ങേയും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ബുദ്ധിയുള്ളവർക്കോ അങ്ങേയും മനസ്സിലാക്കുവാൻ, അതായത് ഭക്തർക്ക് ഭഗവാനെ തിരിച്ചറിയുവാനും ഭഗവാന്റെ ആ ഒരു പ്രസൻസും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സാധാരണ ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്കാണ്, സാധാരണ ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂഢ എന്ന് പറയുന്നുണ്ട്. മൂഢ എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢി അല്ലെങ്കിൽ ഭക്തനല്ലാത്തൊരു വ്യക്തി, അങ്ങനെയുള്ളവർക്ക് അങ്ങ് അദർശ്യനാണ്. ഭക്തർക്കാണെങ്കിൽ അങ്ങയെ കാണുവാനും അല്ലെങ്കിൽ അങ്ങയുടെ പ്രസൻസും അവർ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർക്ക് വെറും ഒരു ആക്ടറിനെ പോലെ, കാര്യം ഭഗവാൻ അങ്ങനെ ചെയ്യുന്നു. ആക്ടറിനെ പോലെ അദ്ദേഹം ആക്ട് ചെയ്യുന്നുണ്ടാവും, നടിക്കുന്നുണ്ടാവും. പക്ഷേ ഭക്തർക്ക് എന്നാലും തിരിച്ചറിയാൻ സാധിക്കുന്നു ഭഗവാനെ. സാധാരണ ആളുകൾ വിചാരിക്കും ഇതൊരു സാധാരണ ഒരു വ്യക്തിയാണെന്ന്. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത്, അവജാനന്തി മാമൂഢ മാനുഷ്യം താനും ആശ്രിതം. ആളുകൾ വിചാരിക്കുന്നു ഞാൻ വെറും സാധാരണ ഒരാളാണെന്ന്, ഒരു മനുഷ്യനെ പോലെ ഞാൻ ഇവിടെ വരുന്നു അവതാരത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഞാൻ സാധാരണ ഒരു മനുഷ്യനല്ല. അവർ മൂഢരങ്ങനെ ധരിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ച് നമ്മളെപ്പോലൊരു സാധാരണ വ്യക്തി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക്. എന്നാൽ അദ്ദേഹം നല്ലൊരു ആക്ടറിനെ പോലെ അദ്ദേഹം നടിക്കുന്നു. ആളുകൾ, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നു, ബുദ്ധിയില്ലാത്തവർ മനസ്സിലാക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലാവർക്കും, അതായത് ഭഗവാൻ അദോക്ഷജനാണ്. ഭഗവാനെ മനസ്സിലാക്കുവാൻ എളുപ്പമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അദ്ദേഹം. എന്നിരുന്നാലും ഭഗവാന്റെ ഭക്തർക്ക് മനസ്സിലാവുന്നു, ഭക്തരല്ലാത്തവർക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതാണ്. പിന്നെ അതിൻ്റെ ഭാവാർത്ഥം ഒരുപാട് വലുതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭു ചർച്ച ചെയ്തു. 20ാമത്തെ ശ്ലോകം നോക്കാം. തദാ പരമാഹംസാനാം മുനീനാമമലാത്മനാം ഭക്തിയോഗാവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാ. തദാ പരമഹംസാനാം മുനീനാമമലാത്മനാം ഭക്തിയോഗാവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 20. തദാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ. വിവർത്തനം. ശരീരത്തെയും ആത്മാവിനെയും വിവേചിച്ചറിയാൻ കെൽപ്പുള്ളവരാകയാൽ പരിശുദ്ധരായ അതീന്ദ്രിയവാദികളുടെയും മാനസിക വിചക്ഷണരുടെയും ഹൃദയങ്ങളിൽ ഭക്തിയുത സേവനത്തിന്റെ അതീന്ദ്രിയ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അങ്ങ് അവതരിക്കുന്നു. പിന്നെ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക? ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാദാർശനിക വിചക്ഷണർക്ക് പോലും ഭഗവത് രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. മഹാചിന്തകന്മാരുടെ ചിന്താശക്തിക്ക് അതീതനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന പരമസത്യം ഉപനിഷത്തുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ബൃഹത്തായ വിജ്ഞാനത്തിനും അല്ലെങ്കിൽ അതിരേകമായ ബുദ്ധിശക്തിക്കും ഭഗവാൻ അജ്ഞനാണ്. ഭഗവത് കൃപയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാൻ സുഗ്രാഹ്യനാകുകയുള്ളൂ. മറ്റുള്ളവർ അനേക വർഷങ്ങൾ ചിന്തിച്ചാലും ഭഗവാൻ ആജ്ഞേയനായി തന്നെ തുടരുന്നു. നിഷ്കളങ്കയായ ഒരു സ്ത്രീയുടെ ഭാഗം അവതരിപ്പിക്കുന്ന കുന്തി മഹാറാണി ഈ യാഥാർത്ഥ്യത്തെയാണ് സമർത്ഥിക്കുന്നത്. ചിന്തകന്മാരെ പോലെ ഊഹാപോഹങ്ങളിൽ ഏർപ്പെടാൻ സാധാരണ സ്ത്രീജനങ്ങൾക്ക് കഴിവില്ല. എന്നാൽ അവർ ഭഗവാന്റെ പരമാധികാരത്തെയും അനന്തശക്തിയെയും തൽക്ഷണം അംഗീകരിക്കുന്നതിനാൽ
ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ അവർ യാതൊരു ആത്മനിയന്ത്രണവുമില്ലാതെ ഭഗവാനെ പ്രണമിക്കുന്നു. മഹാചിന്തകൻ ആകയാൽ മാത്രം ഭഗവാൻ ഒരാളോട് യാതൊരു പ്രത്യേക മമതയും പ്രകടിപ്പിക്കുന്നില്ല. ഉദ്ദേശത്തിന്റെ വിശ്വാസ്യത ഭഗവാൻ അറിയുന്നു. ഇക്കാരണത്താലാണ് ഏതുവിധ കർമ്മത്തിനും സാധാരണയായി സ്ത്രീജനങ്ങൾ അധികമായ അളവിൽ ഒത്തുചേരുന്നത്. ഏതു രാജ്യത്തിലായാലും ഏതു മതവിഭാഗത്തിന്റെ കാര്യത്തിലായാലും പുരുഷന്മാരെക്കാൾ അധികമായി സ്ത്രീജനങ്ങൾ കാണപ്പെടുന്നു. കൃത്രിമമായ ചണ്ഡതയേക്കാൾ അധികതരം ഫലപ്രദമാണ് ഇപ്രകാരമുള്ള ഭഗവാന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ശുദ്ധത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്താ പറയുന്നത്, വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. ഓരോ ശ്ലോകവും കുന്തി സ്തുതിയിലെ മനോഹരമാണ്. കുന്തി ദേവി ചോദിക്കുകയാണ്, ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്പയർ ചെയ്യുന്നത് കുന്തി ദേവി പറയുവാണ്, അങ്ങ് ഇവിടെ വരുന്നത് ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി. അങ്ങ് അവതാരം എടുത്ത് വരുന്നു, അങ്ങ് ഭൗതിക ലോകത്തിലേക്ക് വരുന്നു, ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഭക്തിയെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി. ഭക്തിയാണ് ലക്ഷ്യം. പക്ഷേ പരമഹംസർക്കും മുനികൾക്കും അങ്ങനെയുള്ള അമലാത്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടിയ സാധുജനങ്ങൾ, അവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ വെറും ഒരു സ്ത്രീയായ എനിക്ക് ഇതെല്ലാം എങ്ങനെ അങ്ങേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു? സ്ത്രീ എന്ന് പറഞ്ഞാൽ അബലയാണ് ഞാൻ, എനിക്കൊന്നും മനസ്സിലാക്കുവാനുള്ള കഴിവില്ല അങ്ങയുടെ ലീലകളെയും അങ്ങയുടെ പ്രവൃത്തികളൊക്കെ. പരമഹംസരും മുനികളും മുക്തി നേടിയ അവർക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദജി പറയുന്നു, ഈ പറയുന്ന തത്വചിന്തകരും അങ്ങനെയുള്ളവരും പലവരും ഭഗവാനെ മനസ്സിലാക്കുവാൻ പല ഊഹാപോഹങ്ങൾ നടത്തി ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നടക്കണമെന്നില്ല. ഭഗവാനെ മനസ്സിലാക്കാൻ ആരൊക്കെ സാധിക്കുന്നത്? അതീന്ദ്രിയവാദികൾ അല്ലെങ്കിൽ ഭക്തർക്ക്. അതും എങ്ങനെയാണ് സാധിക്കുന്നത്? ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രം. അതാണ് ഇതിലത്തെ പോയിന്റ്. ഇവിടെ ശ്രീല പ്രഭുജി പറയുന്നുണ്ട്, അത് ഭഗവാൻ വിചാരിക്കണം ഈ വ്യക്തിക്ക് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്ന് അദ്ദേഹം വിചാരിക്കണം. നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അതിനർത്ഥം ഭഗവാന്റെ മഹാകാരുണ്യം ഇല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് വെറും തത്വചിന്തകർ അല്ലെങ്കിൽ ഒരുപാട് സ്കോളറാണ്, ഒരുപാട് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആ പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ ഭഗവാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കില്ല ഭഗവാനെക്കുറിച്ച്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു അറിവ് അവർക്കും ഉണ്ടാവില്ല ഭഗവാനെക്കുറിച്ച്. അതാണ്. എന്നാൽ ഭക്തർക്ക് ഒരു പാണ്ഡിത്യവും ഉണ്ടാവില്ല, സ്കൂളിൽ പോലും പോവാത്തവരാണെങ്കിൽ പോലും. എന്നാൽ അവർ ആത്മാർത്ഥതയുള്ള ഭക്തരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു, എല്ലാ അറിവുകളും കൊടുക്കുന്നു. അതാണ് നമ്മൾ കേട്ടിട്ടല്ലേ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ ശ്രീരംഗം ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭഗവത്ഗീത വായിക്കുന്നത് പറയുന്നു, അദ്ദേഹം ശരിയായിട്ടുള്ള രീതിയിലല്ല പുസ്തകം തന്നെ പിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനാണെങ്കിൽ അത്രയും പാണ്ഡിത്യമില്ല, സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം അധികമില്ല. അദ്ദേഹം പക്ഷേ ഭഗവത്ഗീതയുടെ പുസ്തകം കയ്യിൽ വയ്ക്കുന്നുണ്ട്, വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, തെറ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവരും കളിയാക്കി പോകുന്നു. അവിടെയുള്ള ബ്രാഹ്മണരൊക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പരിപാടി എന്തിനു ചെയ്യണം, നിങ്ങൾ നാണാവില്ലേ നിങ്ങൾക്ക്? ബ്രാഹ്മണരുടെ ബ്രാഹ്മണനാണ് അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിന് പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ബ്രാഹ്മണരുടെ വില കളയാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഇരുന്ന് തെറ്റായിട്ട് എന്തിനാ വായിക്കുന്നതെന്ന് പറഞ്ഞ് പലവരും കളിയാക്കുന്നു, അദ്ദേഹത്തെ ചീത്ത പറയുന്നു. അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഹാപ്രഭു അവിടെ വരുമ്പോൾ ഇദ്ദേഹം വായിക്കുന്നുണ്ട്, തെറ്റായിട്ടാണ് വായിക്കുന്നത്, മഹാപ്രഭുവിന് മനസ്സിലായി. പക്ഷേ ഇദ്ദേഹത്തിന് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക ഭഗവത്ഗീത വായിക്കുമ്പോൾ. അപ്പം മഹാപ്രഭു അടുത്ത് പോയി ചോദിക്കും, അങ്ങ്
എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ മഹാപ്രഭുവിൻ്റെ അടുത്ത് പറയും ഇദ്ദേഹം, എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത എന്നും വായിക്കണമെന്ന്, പക്ഷേ എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്കൊന്നും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാനെങ്ങനെ ഇതെല്ലാം വായിക്കാൻ എനിക്ക് സാധിക്കും? അപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വായിക്കുന്നുണ്ട്, തെറ്റായിട്ടാണ് വായിക്കുന്നതെന്ന് എനിക്കും അറിയാം, കാര്യം എനിക്ക് അത്രയും അറിവുള്ളൂ. പിന്നെ എന്തിനത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം അതാണ്, എൻ്റെ ഗുരു എനിക്ക് തന്നിട്ടുള്ള നിർദ്ദേശമാണ്, ആദേശമാണ്, അത് ഞാൻ പാലിക്കുകയാണ്. അത് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വിഷയമില്ല. തെറ്റായിട്ടായിരിക്കാം വായിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആജ്ഞ ഞാൻ പാലിക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ മഹാപ്രഭുവിൻ്റെ ഹൃദയം അലിഞ്ഞു. ഇത്രയും ഗുരുനിഷ്ഠയുള്ള ഒരു ഭക്തൻ. അപ്പോൾ അത് കേട്ടപ്പോൾ മഹാപ്രഭു സന്തോഷമായി ചിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ശരി, നിങ്ങൾ പറയുന്നു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്, നിങ്ങൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, വിദ്യാഭ്യാസമില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ വായിക്കുമ്പോൾ കരയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും അറിയില്ല, സംസ്കൃതം വായിക്കാനും അറിയില്ല, ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർക്കുവാണ്, ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുവാണ്. അപ്പോൾ അതെന്താണെന്ന് മഹാപ്രഭു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഭഗവാൻ എത്ര കാരുണ്യവാനാണ്. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ അർജുനൻ്റെ തേരാളിയായി മാറുന്നു, അർജുനൻ്റെ ഡ്രൈവറായിട്ട് മാറുന്നു. ഇത്രയും കാരുണ്യം ഭഗവാനുണ്ട്. ഇത്രയും വലിയ വ്യക്തിയായിട്ടുള്ള ഭഗവാൻ വെറും ഒരു തേരോടിക്കുന്ന വ്യക്തിയായി മാറുന്നു. ഇത് ഞാൻ ഓർക്കുമ്പോൾ, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതാണെന്ന് പറയുന്നു അദ്ദേഹം. ഇത് കേട്ടപാടെ മഹാപ്രഭുവിന് സന്തോഷമായി. മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീയാണ് ശരിക്കും ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു മഹാപ്രഭു. മഹാപ്രഭുവിൻ്റെ ഒരു സ്പർശനം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് എന്ത് കൃഷ്ണപ്രേമത്തിൻ്റെ കരച്ചിൽ, കൃഷ്ണപ്രേമത്തിൻ്റെ അശ്രു, അഷ്ടസ്വാത്വിക വികാരങ്ങളൊക്കെ വന്നു തുടങ്ങി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി അദ്ദേഹം ഡാൻസ് കളിക്കുന്നു മഹാപ്രഭുവിൻ്റെ ആ ഒരു ആലിംഗനം കിട്ടിയപ്പോൾ. അപ്പോൾ അതാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? സ്കോളർ ആയിക്കൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ കാരുണ്യം, ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു 7ാമത്തെ സ്കന്ധത്തിലെ ഒരു ഭാഗം വായിച്ചപ്പോൾ അവിടെയും നാരദമുനി യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വളരെ ക്ലിയറായിട്ട്, നമ്മൾ എന്ത് ശാസ്ത്രം പഠിക്കുവാണെങ്കിലും എന്ത് ശാസ്ത്രം വായിക്കുവാണെങ്കിലും അത് മനസ്സിലാവണമെങ്കിൽ ഗുരുവിൻ്റെ കൃപ വേണം. ഗുരുവിൻ്റെ കൃപയില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതിന് ഫലമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നത് പോട്ടെ, അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് സ്വന്തം നമ്മുടെ സ്കോളർഷിപ്പ് കൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തരമാണ്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ കൊണ്ടോ, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന് വിചാരിച്ചിട്ടോ, ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് പാണ്ഡിത്യമുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. അതൊന്നുമല്ല ഭഗവാനെ ആകർഷിപ്പിക്കുന്നത്. ഭക്തിയ തുഷ്യതി കേവലം നച ഗുണേർ ഭക്തി പ്രിയോ മാധവ. ഭഗവാനെ ആകർഷിപ്പിക്കുന്നത് ഭക്തി മാത്രമേ ഉള്ളൂ. വ്യാദസ്യാചരണം ധ്രുവസ്യ ചവയോ വിദ്യാ ഗജേന്ദ്രസ്യ കാ കുബ്ജായാ കിമു നാമ രൂപമതികം കിം തത്സുധാംനോദനം വംശാ കോവിദുരസ്യ യാദവപതേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം ന ച ഗുണേ
ഭക്തിപ്രിയോ മാധവ. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം ശീലറൂപ ഗോസ്വാമി പദ്യാവലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ് പറയുന്നത്? വ്യാദസ്യാചരണം. വ്യാദസ്യ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വേട്ടാളനായിട്ടുള്ള ആ വ്യക്തി. ആരായിരുന്നു വേട്ടാളൻ? നമ്മുടെ വാൽമീകി മുനി അല്ലേ? വാൽമീകി മുനി വേട്ടാളനായിരുന്നു. എന്ത് വ്യാദസ്യാചരണം, എന്ത് ആചരണമാണ് അദ്ദേഹം ചെയ്തത്? വേട്ടയാടുന്നതോ? അതാണോ ആചരണം? അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്? വാൽമീകി മുനിക്ക് വേട്ടയാടുന്നത് ഒരു ക്വാളിഫിക്കേഷൻ അല്ലല്ലോ ഭഗവാനെ കിട്ടാൻ വേണ്ടി. എന്ത് ആചരണമാണ് സ്പെഷ്യലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ധ്രുവസ്യ ചവയോ, ധ്രുവ മഹാരാജ് വെറും 5 വയസ്സുള്ള ബാലൻ. 5 വയസ്സുള്ള ബാലന് എന്തറിയാനാണ്? പക്ഷെ അദ്ദേഹത്തിന് ഭഗവാനെ കിട്ടിയോ? കിട്ടി. വാൽമീകി മുനിക്ക് കിട്ടിയോ? കിട്ടി. വാൽമീകി മുനി എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള വല്ല ആചരണങ്ങൾ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. ധ്രുവ മഹാരാജോ 5 വയസ്സുള്ള ബാലൻ, അദ്ദേഹത്തിന് ഭഗവാനെ കിട്ടി. ധ്രുവസ്യ ചവയോ വിദ്യ ഗജേന്ദ്രസ്യ കാ. ഗജേന്ദ്രന് എന്താ പണ്ഡിതനാണോ ഗജേന്ദ്രൻ? വിദ്യാസമ്പന്നനായിരുന്നു ഗജേന്ദ്രൻ? അല്ല, വെറും ഒരു ആന. പക്ഷേ അദ്ദേഹത്തിനും ഭഗവാനെ കിട്ടി, ഭഗവാനെ ലഭിച്ചു അല്ലേ? വ്യാദസ്യാചരണം ധ്രുവസ്യ ചവയോ വിദ്യ ഗജേന്ദ്രസ്യ ക. 3 വ്യക്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് വാൽമീകി മുനി, എന്ത് ആചരണമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ധ്രുവ മഹാരാജ് ചെറിയ പിഞ്ചുബാലൻ, അദ്ദേഹത്തിന് എന്തറിയാനാണ്? മൂന്നാമത് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഗജേന്ദ്രൻ എന്താ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണോ? അല്ലെങ്കിൽ പണ്ഡിതനാണോ? അല്ല. പിന്നെന്താണ്? കുബ്ജായ കിമു നാമഗാനമധികം. കുബ്ജയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ? കൂഞ്ഞുള്ള സ്ത്രീ. മധുരയിൽ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ വന്നപ്പോൾ കുബ്ജ എന്താണ് ചെയ്തത്? ഭഗവാന് പെർഫ്യൂം കൊടുത്തു അല്ലേ? പെർഫ്യൂം ഉണ്ടാക്കുന്ന തൊഴിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കംസന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പെർഫ്യൂം എല്ലാം ഉണ്ടാക്കും കുബ്ജ. അപ്പോൾ കുബ്ജ കാണാൻ എന്താ? കുബ്ജായ കിമു നാമ രൂപമധികം. കുബ്ജ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു? അല്ല. കാണാൻ ഭയങ്കര ഭംഗിയുള്ള വ്യക്തിയായിരുന്നു? രൂപം അല്ല. പക്ഷേ അത് കുബ്ജയ്ക്ക് കിട്ടിയോ? ഭഗവാനെ കിട്ടിയോ? കിട്ടി. കുബ്ജായ കിമു നാമഗാനമതി നാമരൂപമധികം കിം തത് സുധാംനോധനം. സുധാമയ്ക്ക് ധനം ഉണ്ടായിരുന്നു? സുധാമയ്ക്ക് എന്താണ് ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ധനികനായിരുന്നു? അല്ല. പിന്നെന്താണ് പറയുന്നത്? വംശ കോവിദുരസ്യ യാദവ പദേ. വിദുരനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എന്ത് അദ്ദേഹം വംശം പാണ്ഡവരിൽ അല്ലെങ്കിൽ കുരുവംശത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ശൂദ്രപുത്രനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ശൂദ്രപുത്രൻ എന്ന് പറയാറുണ്ട് അല്ലേ? ഈവൻ ദുര്യോധനൻ വരെ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ട വ്യക്തിയാണ്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ വംശം നോക്കുമ്പോൾ എന്താണ് ഉള്ളത് വിദുരന്? ഒന്നുമില്ല. ഉഗ്രസ്യ കിം പൗരുഷം. ഉഗ്രസേനൻ മഹാരാജാവ് അദ്ദേഹം ആ ഒരു പൊസിഷൻ എടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പോലെ യുദ്ധങ്ങളൊക്കെ പോയിട്ട് ശക്തിശാലിയായിട്ടുള്ളൊരു രാജാവായിരുന്നില്ല അദ്ദേഹം രാജ്യമൊക്കെ ഭരിച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ രാജാവായിട്ട് വെച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്ന കൃഷ്ണനും മറ്റുള്ളവരുമാണ്. ഉഗ്രസേനൻ മറ്റുള്ള രാജാക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശക്തിശാലിയായിട്ടുള്ളൊരു രാജാവായിട്ട് കണക്കാക്കുന്നില്ല അദ്ദേഹത്തെ. അപ്പോൾ ഉഗ്രസ്യ കിം പൗരുഷം. അത്രയും പൗരുഷമുള്ള മറ്റുള്ള രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല ഉഗ്രസേൻ. പക്ഷെ അദ്ദേഹത്തിനും ഭഗവാന് കിട്ടിയില്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇവരെ ഇത്രയും എക്സാമ്പിൾ പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഭക്തിയാ തുഷ്യതി കേവലം നച ഗുണേൻ ഭക്തി പ്രിയോ മാധവ. നമ്മുടെ മാധവന്, ഭഗവാൻ കൃഷ്ണൻ എന്താണ് പ്രിയമായിട്ടുള്ളത്? ഭക്തി മാത്രമാണ്. വേറെ ഒന്നും അദ്ദേഹം നോക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ്, ഭക്തരെല്ലാവരും, നമ്മളെല്ലാ ഒരു
മൂന്നും 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 രണ്ടും 5ഉം 2ഉം 7 പേരെ കുറിച്ച് പറഞ്ഞു. ഈ 7 പേരും ഭഗവാന്റെ ഭക്തരാണല്ലേ. 7 പേർക്കും ഭഗവാനെ അവർക്ക് ലഭിച്ചു. പക്ഷെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണോ? അല്ല. അപ്പോൾ ക്വാളിഫിക്കേഷനിലല്ല കാര്യം ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്തിലാണ് കാര്യം ഇരിക്കുന്നത്? സിംപ്ലിസിറ്റി. ആ സിംപ്ലിസിറ്റി, ആ ലളിതമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭാവം മാത്രം മതി ഭഗവാനെ നമുക്ക് നേടുവാൻ വേണ്ടി. വേറെ ഒന്നും ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അതാണ് ഇവിടെ കുന്തി മഹാറാണി, ഇവിടെ ശീല പ്രഭുപാദി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഭാവാർത്ഥത്തിൽ. സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ തത്വചിന്തകരെ പോലെയൊന്നുമല്ല. അവർ വളരെ സിമ്പിളാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ കാര്യങ്ങൾ അറിയാണ്ട് തന്നെ ഭഗവാനോടുള്ള ആ ഒരു അടുപ്പവും തോന്നുന്നു. അതേപോലെ തന്നെ ഭഗവാനായിട്ട് അംഗീകരിക്കുന്നു. ഈ വിവരം കൂടുമ്പോഴും വിദ്യാഭ്യാസം കൂടുമ്പോഴും ബുദ്ധി കൂടുമ്പോഴൊക്കെയാണ് അമിതമായിട്ട് ചിന്തിക്കുന്നത്. അമിതമായിട്ട് ചിന്തിക്കുമ്പോൾ പല പല ക്വസ്റ്റ്യൻ മാർക്ക് വരും. അതാണ് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം. പുരുഷന്മാർ ബുദ്ധി കൂടുതലെന്ന് വിചാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഭഗവാനെ ശരണം പ്രാപിക്കാൻ എളുപ്പമല്ല. എന്നാൽ സ്ത്രീകളാണെങ്കിലോ ശീല പ്രഭുപാദി പറയുന്നു വളരെ ലളിതമായിട്ടുള്ള മനസ്സാണ് അവരുടെ, കോംപ്ലിക്കേറ്റഡ് അല്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് ശരണം പ്രാപിക്കും ഭഗവാനെ. പെട്ടെന്ന് വിശ്വാസം വരും അവർക്ക്. അതേപോലെ ഭഗവാനെ ശരണം പ്രാപിക്കാൻ എളുപ്പമാണ്. ആ സിംപ്ലിസിറ്റി ഉള്ളത് കൊണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സിംപ്ലിസിറ്റി സ്ത്രീകൾക്കുണ്ട്. അതാണ് പറയുന്നത്. എന്നിട്ട് ശീല പ്രഭുപാദി ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നു. എന്താണ്? അതുകൊണ്ട് ശീല പ്രഭുപാദി പറയുകയാണ്, അതുകൊണ്ട് നമുക്ക് കാണാം സാധാരണ ഭക്തിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായിട്ടുള്ളത് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു സംഘത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീജനങ്ങളായിരിക്കും കൂടുതൽ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ക്ലാസ്സും, അല്ലേ? മെജോറിറ്റി സ്ത്രീകളാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സ്ത്രീകൾക്ക് ആ സിംപ്ലിസിറ്റി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഭഗവാനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർ. ആ ഒരു ലളിതമാണ് അവർ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചിന്ത അല്ലാത്തത് കൊണ്ട് സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ്, ആ ഒരു നേച്ചർ. കുന്തി മഹാറാണി പറയുന്നതാണ്. കുന്തി മഹാറാണി പക്ഷേ സ്ത്രീകൾ അബലരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പരമഹംസരുടെ ശ്രേണിയിൽ പെടുന്നില്ല. മുനിമാരും പരമഹംസർക്കൊക്കെ അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ പാവപ്പെട്ട സ്ത്രീ ആയിട്ടുള്ള എനിക്ക് എന്ന് മനസ്സിലാക്കാനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഭാവത്തെ ശീല പ്രഭുപാദി നമ്മുടെ ഭാവാർത്ഥത്തിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ സ്ത്രീജനങ്ങളെ അദ്ദേഹം സ്തുതിക്കുന്നു. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. കൂടുതലും അവരാണ് ഇങ്ങനെയുള്ള ഭക്തിപരം അല്ലെങ്കിൽ സത്സംഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കാണുന്നത്. ഇത് സത്യമാണ്. ഇത് നമ്മൾ എവിടെ പോയാലും കാണാവുന്നതാണ്. ഏത് സംഘത്തിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ ക്ലാസ്സസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം, അല്ലേ? അപ്പോൾ അതാണ് ഒരു സിംപ്ലിസിറ്റി. ഭഗവാൻ അതേ നോക്കുന്നുള്ളൂ. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, എത്ര സിമ്പിളാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ആ പദ്യാവലിയിലെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ വേറെ ക്വാളിഫിക്കേഷനൊന്നും അദ്ദേഹം നോക്കുന്നില്ല. സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് അങ്ങേ മനസ്സിലായാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അങ്ങേ വിശ്വാസമാണ്. നോക്കൂ, എത്ര വലിയൊരു കാര്യമാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തത്വങ്ങളൊക്കെ ഒരുപക്ഷെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ ഉണ്ടാവും. അതൊന്നും എനിക്ക് മനസ്സിലായാലും കുഴപ്പമില്ല, അത് ഭഗവാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും മതി. ഇത്ര മാത്രം മതി. ഭഗവാൻ അദ്ദേഹത്തെ തന്നെ നമുക്ക് തരും. അതേ നോക്കുന്നുള്ളൂ അദ്ദേഹം. അല്ലാതെ നമ്മൾ അഹങ്കരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാവം ഉണ്ടെങ്കിൽ, ഒരുപാട് വിവരമുണ്ട്, ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. സിമ്പിളായിട്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത മനോഹരമായിട്ടുള്ള ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വിവർത്തനം. And Bhavartam by His Divine Grace Abhay Charanarvinda Bhakti Vedanta Swami Srila Prabhupada ki Jai. ആകയാൽ വസുദേവ സൂദനും ദേവകിയുടെ ആനന്ദനിധിയും രാജാവിന്റെയും വൃന്ദാവനത്തിലെയും മറ്റു ഗോപന്മാരുടെയും ബാലകനും ഗോക്കളെയും ഇന്ദ്രിയങ്ങളെയും ഉജ്ജീവിപ്പിക്കുന്നവനുമായി തീർന്ന ഭഗവാന് എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. ഭാവാർത്ഥം. ഏതുവിധ ഭൗതിക നേട്ടങ്ങളായാലും അപ്രാപ്യനായ ഭഗവാൻ അമേയമായ അഹൈതുക കാരുണ്യത്താൽ കളർപ്പറ്റ ഭക്തരോടുള്ള തന്റെ സവിശേഷ കൃപ പ്രദർശിപ്പിക്കാനും ആസുരീയരായ വ്യക്തികളുടെ ഉദ്ഗമത്തെ ക്ഷയിപ്പിക്കുവാനും ഭൂലോകത്തിൽ സ്വയം അവതരിക്കുന്നു. ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കൂടുതൽ അഭിഗമ്യനാകയാൽ മറ്റെല്ലാ അവതാരങ്ങൾക്കും ഉപരിയായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ കുന്തി ദേവി സവിശേഷമായി ആരാധിക്കുന്നു. രാമാവതാരത്തിൽ ഭഗവാൻ ശൈശവം മുതൽ തന്നെ രാജപുത്രനായി വാണരുളി. എന്നാൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ രാജപുത്രനായി ആണെങ്കിൽ തന്നെയും ഭഗവാൻ ആവിർഭവിച്ചയുടൻ തന്നെ തന്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ വസുദേവ രാജാവും രാജ്ഞി ദേവകിയും ആശ്രയം ഉപേക്ഷിച്ച് ഭഗവാന്റെ ബാലലീലകളാൽ പവിത്രമായ അനുഗ്രഹീതമായ വ്രജഭൂമിയിലേക്ക് ഒരു സാധാരണ ഗോപബാലകന്റെ ഭാഗം അവതരിപ്പിക്കാനായി യശോദാ മാതാവിന്റെ മടിത്തട്ടിലേക്ക് ആഗതനായി. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീരാമനേക്കാൾ കാരുണ്യമുള്ളവനാകുന്നു. അദ്ദേഹം സംശയമന്യേ കുന്തിയുടെ ഭ്രാതാവായ വസുദേവരോടും കുടുംബത്തോടും അനുകമ്പയുള്ളവനാകുന്നു. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനല്ലായിരുന്നെങ്കിൽ കുന്തി ദേവിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഭാഗിനേയനായി അവകാശപ്പെടാനോ മാതൃവാത്സല്യത്തോടെ സംബോധന ചെയ്യുവാനോ സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ മറ്റെല്ലാ ലീലകളെക്കാളും ആകർഷകമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ ആസ്വദിക്കാൻ സാധ്യമാകയാൽ നന്ദഗോപരും യശോദയും അധികം ഭാഗ്യമുള്ളവരാകുന്നു. ബ്രഹ്മസംഹിതയിൽ ചിന്താമണി ധാമം എന്ന് വിശദീകരിച്ചിരിക്കുന്ന യഥാർത്ഥ കൃഷ്ണലോകത്തിലെ ഭഗവാന്റെ ശാശ്വത ലീലകളുടെ ശരിപ്പകർപ്പായ വ്രജഭൂമിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഭഗവത് ബാലലീലകൾക്ക് സമാന്തരമായി യാതൊന്നുമില്ല. വ്രജഭൂമിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അദ്ദേഹത്തിന്റെ എല്ലാ അതീന്ദ്രിയ പാർഷദരോടും പരിച്ഛദങ്ങളോടും കൂടി അവതരിച്ചു. ആകയാൽ വ്രജഭൂമിയിലെ നിവാസികളെ പോലെ വിശേഷിച്ചും ഭഗവത് സംതൃപ്തിക്കായി സർവസ്വവും സമർപ്പിച്ച വ്രജ തരുണീമണികളെ പോലെ ഭാഗ്യവതികളായി ആരും തന്നെ ഇല്ലെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു അവിതർക്കിതമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. നന്ദഗോപരോടും യശോദാ മാതാവിനോടുമൊപ്പമുള്ള ഭഗവത് ലീലകൾ ഗോപന്മാരും വിശേഷിച്ച് ഇടയ ബാലന്മാരും ഗോക്കളുമൊത്തുള്ള ഭഗവത് ലീലകൾ ഭഗവാൻ ഗോവിന്ദൻ എന്ന നാമത്തിൽ പ്രകീർത്തിക്കപ്പെടാൻ ഹേതുവായി. ബ്രാഹ്മണീയ സംസ്കാരം, ഗോ സംരക്ഷണം എന്നീ ഇരു ഘടകങ്ങളെയും അധികതരമായി ആശ്രയിച്ചാണ് മാനവക്ഷേമം നിലനിൽക്കുന്നതെന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഗോവിന്ദനായ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രാഹ്മണരോടും ഗോക്കളോടും അധികം മനച്ചായ്വുള്ളവനാകുന്നു. ഇവയില്ലാത്തിടത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും സംതൃപ്തനാകുകയില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ ഇവിടെ കുന്തിദേവി അഭിസംബോധന ചെയ്യുന്നു വാസുദേവായ ദേവകീ നന്ദനായ എന്ന്. വസുദേവരുടെ പുത്രൻ, അങ്ങനെ വാസുദേവൻ എന്നുള്ള പേരുണ്ട്. ദേവകീ നന്ദൻ, ദേവകി റാണിയുടെ പുത്രൻ, നന്ദഗോപൻ, നന്ദ മഹാരാജൻ്റെ പുത്രൻ. അതേപോലെ നന്ദഗോപ കുമാരൻ എന്നുദ്ദേശിക്കുന്ന നന്ദഗോപരും മറ്റുള്ള അവിടെയുള്ള ഗോപന്മാരുടെയും പുത്രൻ. അങ്ങനെ അഭിസംബോധന ചെയ്യുന്നു. ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അതിലെ ഒരർത്ഥം ഗോ എന്ന് പറഞ്ഞാൽ പശുക്കൾ, ഗോ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുള്ളത് ഇന്ദ്രിയങ്ങൾ.
അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയങ്ങളെ നമ്മുടെ എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യുന്നത് ഭഗവാനാണ്. അതേപോലെ പശുക്കൾക്ക് പ്രിയപ്പെട്ട വ്യക്തി. പശുക്കളെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അതേപോലെ ഭഗവാൻ ഋഷികേശ് എന്നുള്ളൊരു പേരുണ്ട്. ഋഷികേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മാസ്റ്റർ എന്നുള്ളൊരർത്ഥം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഭഗവാന്. ഇവിടെ കൃഷ്ണ എന്ന് വിളിക്കുന്നു, വാസുദേവ എന്ന് വിളിക്കുന്നുണ്ട്, ദേവകി നന്ദൻ എന്ന് വിളിക്കുന്നുണ്ട്, നന്ദഗോപൻ എന്ന് വിളിക്കുന്നുണ്ട്, ഗോവിന്ദൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് പേരുകൾ ഇവിടെ കുന്തി ദേവി ഈ ഒരു ശ്ലോകത്തിൽ തന്നെ വിളിക്കുന്നു. മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഇവിടെ ഭാവാർത്ഥത്തിൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, നമ്മുടെ ഗൗഡിയ വൈഷ്ണവ ആചാര്യർ ഈ ഒരു ശ്ലോകത്തെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, ദേവകി നന്ദൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ദേവകി നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നു ദേവകി റാണിയുടെ എവിടെയുള്ള മധുരയിലുള്ള ദേവകി റാണിയുടെ പുത്രൻ. അത് ഒരർത്ഥമാണ്, ഒരർത്ഥം അങ്ങനെയാണ്. വേറൊരർത്ഥം കൂടി ഉണ്ട്. ദേവകി നന്ദൻ ഉദ്ദേശിക്കുന്നത് യശോദാമ്മയുടെ പുത്രൻ. അതെങ്ങനെയാണ്? യശോദാമ്മയ്ക്ക് ദേവകി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. അതുകൊണ്ട് നന്ദഗോപൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദഗോപന് മുമ്പ് തൊട്ട് ദേവകി നന്ദനായച്ച എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു വേറൊരർത്ഥം വരുന്നത് അവിടെ യശോദാമയും ആണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഗോലോക വൃന്ദാവനത്തിലെ അച്ഛനും അമ്മയും ആരാണ്? യശോദാമയും നന്ദമഹാരാജുമാണ്. വസുദേവരും ദേവകി റാണിയും അവർ ഒരുപാട് ഇതെല്ലാം ചെയ്ത് ഒരുപാട് യജ്ഞങ്ങളും അല്ലെങ്കിൽ ഒരുപാട് തപസ്യകളും ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഭഗവാൻ കൃഷ്ണനെ മകനായിട്ട് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഗോലോക വൃന്ദാവനത്തിൽ ആധ്യാത്മിക ലോകത്തിൽ നന്ദമഹാരാജവും യശോദ റാണിയുമാണ് കൃഷ്ണൻ്റെ അമ്മയച്ഛനും. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, വസുദേവർ ഇവിടെ നിന്ന് മധുരയിൽ നിന്ന് കൃഷ്ണനെ കൊണ്ടുപോയി. കൃഷ്ണൻ അവിടെ ജനിച്ചു, ശരിയാണ്. അത് വസുദേവകൃഷ്ണൻ അവിടെ ആദ്യം ജനിക്കുന്നത് 4 കൈകളോ ആയിട്ടാണ് വരുന്നത്, വിഷ്ണു രൂപത്തിലാണ് വരുന്നത്. പിന്നീട് അമ്മയും അച്ഛനും പറഞ്ഞിട്ട് അദ്ദേഹം 2 കൈകളുള്ള സാധാരണ ബാലനായി മാറി. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു എവിടേക്ക്? ഗോകുലത്തിൽ കൊണ്ടുപോയി നമ്മൾക്കറിയാം അവിടെ കുട്ടിയെ മാറ്റുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അവിടെ 2 കുട്ടികളുണ്ടായിരുന്നു. യശോദാമ്മ 2 കുട്ടികളെ പ്രസവിച്ചിരുന്നു. ഒന്ന് പെൺകുട്ടി നമ്മുടെ ദേവി മായാദേവി, 2 കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വസുദേവകൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചത്? വസുദേവകൃഷ്ണൻ യശോദാകൃഷ്ണൻ്റെ ഉള്ളിലേക്ക് ലയിച്ചു. അങ്ങനെ അവരൊന്നായി മാറി. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി യശോദാമ്മയ്ക്ക് ഒരു പുത്രനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണൻ അവിടെയായിരുന്നു എന്നുള്ളത്. ഇതാണ് ആചാര്യന്മാരുടെ എന്താ പറയുക വിശദീകരണം. അപ്പോൾ നമ്മൾ ദേവകി നന്ദൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് 2 അർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒന്ന് ദേവകി റാണിയുടെ പുത്രൻ അല്ലെങ്കിൽ യശോദാമ്മയുടെ പുത്രൻ. ദേവകി എന്നുള്ള പേര് യശോദ റാണിക്കും ഉണ്ട്. പറയുന്നു കൃഷ്ണനും രാധാറാണിക്കും സഹസ്രനാമം ഉള്ളതുപോലെ യശോദാമ്മയ്ക്കും ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് പേരുകളുണ്ട്. അതിലൊരു പേരാണ് ദേവകി എന്ന്. അതേപോലെ തന്നെ ഗോപിഗീതത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഗോപിഗീതത്തിൽ അവിടെയും പറയുന്നുണ്ട്, അവിടെയും ഭഗവാൻ കൃഷ്ണനെ ദേവകി പുത്രൻ എന്നുള്ള രീതിയിൽ അവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് ദേവകി പുത്രൻ. ഗോപികമാർ ഒരിക്കലും ദേവകി പുത്രൻ എന്ന് പറയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാര്യം ഗോപികമാർക്ക് ദേവകി റാണിയെ അറിയ പോലുമില്ല. അവർക്ക് ആകെ അറിയുന്നത് യശോദാമ്മയും നന്ദമഹാരാജനെയും മാത്രമാണ്, കൃഷ്ണൻ്റെ അമ്മയും അച്ഛനുമായിട്ട്.
ഗോ സാധാരണ പാവപ്പെട്ട ഗോപികമാർക്ക് ദേവകി എങ്ങനെ അറിയാനാണ്? ദേവകി റാണി അറിയില്ല. അപ്പോൾ അവിടെയും ദേവകി എന്ന് ഉദ്ദേശിക്കുന്നത് യശോദാമ്മയെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അതേപോലെ തന്നെ അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വൃന്ദാവനത്തിലെ കൃഷ്ണൻ ഗോപബാലൻ, ആ ഒരു പാവം അല്ലേ? ഗോപബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ഭാവം? ഇടിവെട്ടി കഴിഞ്ഞാൽ അമ്മയുടെ സാരിയുടെ പുറകിൽ പോയി ഒളിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഉറക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓടിപ്പോവും അമ്മയുടെ അടുത്ത്, പേടിയാണ്. എന്നാൽ അതേ കൃഷ്ണൻ തന്നെ പൂതനയെ എങ്ങനെ വധിക്കുന്നു, തൃണാവൃതനെ എങ്ങനെ വധിക്കുന്നു, അതേപോലെ മറ്റുള്ള ശകടാസുരൻ, അഗാസുരൻ, ബക്കാസുരൻ ഇവരെല്ലാവരെയും കുട്ടിയായിരുന്നപ്പോഴേ വധിക്കുന്നുണ്ട്. എങ്ങനെ അത് സാധിക്കുന്നു? അവിടെയും ആചാര്യന്മാർ പറയുന്നു. കാര്യം നേരത്തെ പറഞ്ഞത്, വസുദേവ കൃഷ്ണൻ ഓൾറെഡി ഈ കൃഷ്ണനകത്തുണ്ട്. അപ്പോൾ അസുരന്മാർ വരുമ്പോൾ ആ അസുരന്മാരെ നിഗ്രഹിക്കുന്നത് വസുദേവ കൃഷ്ണനാണ്. നമ്മുടെ കൃഷ്ണന്, വൃന്ദാവനത്തിലെ വ്രജേന്ദ്രനന്ദൻ കൃഷ്ണന് എങ്ങനെയാണ് അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിക്കുന്ന, പാവപ്പെട്ട, പേടിക്കുന്ന സാധാരണ ഒരു കുട്ടിയാണ്. വൃന്ദാവനത്തിലെ ആ ഒരു, അതായത് ഈ വെണ്ണയും ഇതെല്ലാം കഴിച്ച് അങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ വസുദേവ കൃഷ്ണനാണെങ്കിൽ ക്ഷത്രിയരുടെ ഭാവമാണ്. നമ്മുടെ കൃഷ്ണനാണെങ്കിൽ, നമ്മുടെ രാധാറാണിയുടെ കൃഷ്ണൻ എങ്ങനെയാണ്? ഗോപികമാരുടെ കൃഷ്ണൻ എങ്ങനെയാണ്? വൃന്ദാവനത്തിലെ കൃഷ്ണനാണ്. ആ കൃഷ്ണനാണ് യശോദാമ്മയുടെ വടി കൊണ്ട് കാണുമ്പോൾ ഓടുന്നത്. അവിടെ വസുദേവ കൃഷ്ണനല്ല, അവിടെ വസുദേവ കൃഷ്ണൻ്റെ ഭാവമല്ല അവിടെ ഉള്ളത്. എന്നാൽ പൂതന വരുമ്പോഴും മറ്റുള്ള അസുരന്മാർ വരുമ്പോഴും അവിടെ വസുദേവ കൃഷ്ണനാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേ വ്യക്തി തന്നെ. അതാണ്. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നു, അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 10 വയസ്സ് കഴിയുമ്പോൾ മധുരയിലേക്ക് കൃഷ്ണൻ പോകുമ്പോൾ വസുദേവ കൃഷ്ണനാണ് പോകുന്നത്. നമ്മുടെ നന്ദനന്ദൻ അല്ലെങ്കിൽ യശോദനന്ദൻ കൃഷ്ണൻ, രാധാറാണിയുടെ നാഥനായിട്ടുള്ള കൃഷ്ണൻ വൃന്ദാവനം വിട്ടൊരിക്കലും പോവില്ല. സിമ്പിളായിട്ടുള്ള കൃഷ്ണനാണ്. അസുരം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന കൃഷ്ണനാണ്, അസുരന്മാരും. എന്നാൽ വസുദേവ കൃഷ്ണൻ അങ്ങനെയല്ല, ആ വിഷ്ണുവിൻ്റെ ഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് അസുരന്മാരെയൊക്കെ നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം സീക്രട്ടുകളാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ശീലപ്രഭുപാദി പറയുന്നു, നന്ദഗോപർക്കും അല്ലെങ്കിൽ യശോദമ്മയ്ക്കും കൂടുതൽ ഭഗവാൻ കൃഷ്ണനെ ലാളിക്കുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് വസുദേവരേക്കാളും, അതേപോലെ ദേവകി റാണിയേക്കാൾ കൂടുതൽ അല്ലേ? നമുക്കറിയാം കുട്ടിക്കാലത്ത് അവിടെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ്. പിന്നീട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഭാവാർത്ഥം താഴോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഗോപികമാരെ പോലെ ഭാഗ്യവതികളായിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധഭക്തരായിട്ടുള്ളവർ വേറെ ആരും ഇല്ല എന്നുള്ളത്. അപ്പോൾ മഹാപ്രഭു അത് പറഞ്ഞിട്ടുണ്ട്. ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയ തദ്ധാമ വൃന്ദാവനം രമ്യ കാചിതുപാസനോ വ്രജവതു. അവിടെ ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗോപികമാരെ പോലെ ഭക്തരായിട്ടുള്ളവർ വേറെയില്ല. അതിൽ വെച്ച് ഗോപിക ചൂടാമണിയാണ് രാധാറാണി. അത് അങ്ങനൊരു കാര്യം കൂടെയുണ്ട്. പിന്നെ ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണനെ ഗോവിന്ദൻ എന്നുള്ള പേരുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഒരർത്ഥം വരുന്നു. നമ്മൾ പറഞ്ഞു പശുക്കളെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്, അതേപോലെ ബ്രാഹ്മണരെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ എന്തും ചൊല്ലുന്ന മംഗളാചരണത്തിലുള്ള കൃഷ്ണായ എന്താണ് നമ്മൾ ചൊല്ലുന്നത്? നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായ ജഗതിദായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അവിടെ എന്താണ്? ബ്രാഹ്മണരെ കുറിച്ചും പശുക്കളെ കുറിച്ചും പറയുന്നുണ്ട്. ബ്രാഹ്മണരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പശുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഭഗവാൻ. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഗോഹത്യ, ബ്രാഹ്മണരെ നമ്മൾ മോശമായിട്ട് ബ്രാഹ്മണരോട് പെരുമാറുക, ഇതൊന്നും ഭഗവാൻ ഇഷ്ടമല്ല. കാര്യം ഭഗവാൻ അവരെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്.
ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമോ ബ്രാഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗതിദായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വളരെ മനോഹരമായിട്ടുള്ള കുന്തിസ്തുതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കുമ്പോഴുള്ള അർത്ഥം നമ്മൾ ചർച്ച ചെയ്തു. ദേവകി പുത്രൻ, വസുദേവരുടെ പുത്രൻ, പിന്നെ ആചാര്യന്മാരുടെ കമൻട്രി പ്രകാരം സീക്രട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിനും അർത്ഥമുണ്ട്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ വൃന്ദാവനത്തിലെ കൃഷ്ണനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദാമോദര ലീലയൊക്കെ നടക്കുന്ന സമയത്ത് പറയുന്നു കുന്തി ദേവി അവിടെ ഉണ്ടായിരുന്നു എന്ന്. ഗോകുലത്തിലുണ്ടായിരുന്നു. കുന്തി ദേവി നേരിട്ട് കണ്ടിട്ടുണ്ട് യശോദാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ലീലകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുന്തി ദേവി ദേവകി നന്ദൻ എന്ന് വിളിക്കുമ്പോൾ യശോദാ നന്ദൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകം ഭാവാർത്ഥം ഇത്തിരി വലുതാണ്, മിക്കവാറും നമുക്ക് തീർക്കാൻ സാധിക്കില്ല. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് അടുത്ത ശ്ലോകവും. ശ്ലോകം മാത്രം വായിച്ച് നമുക്ക് നിർത്താം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും ഭഗവാന്റെ പങ്കജനാഭായ, നാഭി പങ്കജമായിട്ട് ഉപമിച്ചിരിക്കുന്നു. താമരയായിട്ട് ഈ ലോകത്ത് കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പുഷ്പം താമരയാണ്. അതുകൊണ്ടാണ് താമരയുമായിട്ടൊരു ഉപമ വരുന്നത്. നമ്മ പങ്കജ മാലിനെ, താമരയുടെ മാല ധരിച്ചിട്ടുള്ള ഭഗവാൻ. പങ്കജനേത്രായ, കണ്ണുകൾ താമരയെ പോലെയാണ്. പങ്കജാംഗ്രയെ, അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ, അതായത് അദ്ദേഹത്തിന് തൃപ്പാദങ്ങളെ എങ്ങനെ നമ്മൾ പറയും ലോട്ടസ് ഫീറ്റ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. എല്ലാം ഭഗവാന്റെ ഓരോ കാര്യങ്ങളും പങ്കജമായിട്ട് അല്ലെങ്കിൽ താമരയായിട്ട് ഉപമിക്കുന്നത് കാണാം. കാര്യം അത്രയും മനോഹരമായി, വേറെ ഉപമിക്കാൻ വേണ്ടി ഈ ലോകത്ത് അതൊരു മനോഹരമായിട്ട് ഉള്ളൊരു കാര്യം ഇല്ലാത്തത് കൊണ്ട് കാവ്യാത്മകമായിട്ട് അങ്ങനെയാണ് ഒരു ഉപമ വരുന്നത്. അതാണ് കാര്യം. ഇതൊക്കെ അചിന്ത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭംഗിയും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശരീരത്തിലെ അവയവങ്ങളൊക്കെ അതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് വിസ്തരിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ പറ്റുന്ന പോലെ പല കമ്പാരിസണും നടത്തിയിട്ട് നമ്മുടെ വ്യാസദേവനും ഒക്കെ ആചാര്യന്മാരും ഒക്കെ ഒരു ഉപമ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇതിനുമൊക്കെ അതീതമാണ് ഇതെല്ലാം, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु श्रीला प्रभुपाद की जय, इस्कॉन गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंद। हरे कृष्ण।